സാമൂഹ്യ പ്രവർത്തകൻ ഏഞ്ചൽസ് നായർ പ്രതികരിക്കാനുണ്ട്. ശ്രീ ഏഞ്ചൽസ് നായർ, ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ 2ഇടങ്ങളിൽ കാട്ടാനകളാണെങ്കിൽ ഒരിടത്ത് ഈ ആക്രമണം നടത്തിയ പുലിയെ കൂട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ പുലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഈ നേരത്തെയൊക്കെ വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിച്ച പുലി തന്നെയാണ്. പക്ഷെ അപ്പോൾ ഈ പുലിയുടെ ഒരു ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വീണ്ടും കാട്ടിലേക്ക് തുരത്താനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് തിരികെ വരും, അതുകൊണ്ട് തന്നെ അതൊരു ഭീഷണിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ പറയുന്നതും. അത് ഈ നാട്ടുകാര് അല്ല, ഈ വന നിയമങ്ങളും നമ്മുടെ ഈ രാജ്യത്തെ നിയമങ്ങളും പോലീസ് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നാട്ടുകാരുടെ ചുമതലയല്ല. നാട്ടുകാരുടെ ചുമതല ആ കാട് അല്ലെങ്കിൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥിതി തകരുമ്പോൾ അതിനെയാണ് എതിർക്കേണ്ടത്. അതിന് പകരം ഈ പുലി ഇറങ്ങിക്കഴിയുമ്പോൾ അതിന് ഇവിടെ വിടരുത്. ഇതൊരു നാടകമാണ്. ഇവര് ഈ പ്ലാന്റ് ആയിട്ടുള്ള ഒരു നാടകമാണ്. ഒരു പുലി ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP ഉണ്ട്. അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആദ്യം ഒരു കമ്മിറ്റി കൂടുക എന്നുള്ളതാണ്. അവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു പുലി ഇറങ്ങി എന്ന് ഇപ്പൊ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ആ പുലിയുടെ ഏത് പുലിയാണ് വന്നിരിക്കുന്നത്, ഈ പറയുന്നത് ഇവരെ ഏതെങ്കിലും ഒരു പുലിനെയൊക്കെ പിടിക്കും. എന്തെങ്കിലും ഒരു ആക്രമണമൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ഇവര് ജനവാസ മേഖല എന്ന് പറയുന്നത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും കയ്യേറ്റ മേഖലകളാണ് അവിടെ ഉള്ളത്. ഈ കയ്യേറ്റ മേഖലകൾ പലതും വനത്തിനകത്ത് തന്നെയാണ് ഈ കയ്യേറ്റ മേഖല അത് പട്ടയം മേടിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ പുലി പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അത് റീസെന്റ് ആണ് വന്നിരിക്കുന്നത്, ഇതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പൊ ഈ പുലിനെ കൊല്ലണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരത് അജണ്ടയായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്നോ മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് ഈ NTCA ഒരു ഗൈഡ് ലൈൻസ് എത്തിക്കുന്നത്. അങ്ങനെ പുലികൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ 144 പ്രഖ്യാപിച്ചോളണം, കർഫ്യൂ ഏർപ്പെടുത്തിക്കൊള്ളണം. ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത് ആ ജീവിയെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ പുലികളെയും കടുവകളെയും രക്ഷപ്പെടുത്താനായി കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ 2 പുലിയും കടുവയും വരും. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് ഈ പുലികളെയും കടുവകളെയും സംരക്ഷിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ഓർക്കണം. അല്ലാതെ ഇവർക്ക് ഈ നാട്ടുകാർ പറയുമ്പോൾ ഓരോന്നിനെ വെടിവെച്ചിടാനും നാട്ടുകാർ പറയുമ്പോൾ ഇവിടെ പുറത്ത് തുറന്നു വിടാൻ പാടില്ല എന്നൊക്കെ ഇവരുണ്ടാക്കി ഈ വനം വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന നാടകമാണ് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ 144 പ്രഖ്യാപിക്കുന്നില്ല? അവർക്ക് സാവകാശം കൊടുക്കരുത്. ജനങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള സാവകാശം ഒരു ഗവൺമെന്റ് കൊടുക്കരുത്. പക്ഷെ ഇവിടെ നടക്കുന്നത് കേരള ഗവൺമെന്റിന്റെ തന്ത്രങ്ങളിലൊന്ന് ജനങ്ങളെ കൊണ്ട് പ്രക്ഷോഭം നടത്തിക്കുക, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന തന്ത്രമാണ് ഈ കേരള ഗവൺമെന്റ്. എന്റെ പുലിയും കടുവയും ആനയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ തന്ത്രം പയറ്റില്. വേറെ ഒരു ജീവിയുടെ കാര്യത്തിൽ കാള കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ഈ തന്ത്രങ്ങൾ വരുന്നില്ല. കാട്ടുപോത്ത് കുത്തിക്കഴിഞ്ഞാൽ തന്ത്രങ്ങൾ വരുന്നില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തന്ത്രങ്ങളൊന്നും വരുന്നില്ല. ഈ ജീവികളുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ള പ്രതിഷേധം വരുന്നതിന് അത് കരുതി കൂട്ടിയിട്ടുള്ളൊരു പ്രതിഷേധം. ഇവർക്ക് മറക്കണം പല കാര്യങ്ങളും. സർക്കാരിന് അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുണ്ട്. കാരണം ഇതിന്റെ ഫെയിലിയർ മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഈ കൺസർവേഷൻ മേഖലയിൽ നടത്തിയിരിക്കുന്ന മിസ്മാനേജ്മെന്റ് ആണ് എന്ന് CAG റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂലൈ 11 കേരള അസംബ്ലിയിൽ വച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് അവർ നടപ്പാക്കാൻ കുറെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നടപ്പാക്കിയിട്ടില്ല. അതിന് പകരം ഈ ജനങ്ങൾക്ക് കാശ് കൊടുത്ത് ഇതൊക്കെ ബിരിയാണി സമര. ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബിരിയാണി മേടിച്ചു കൊടുത്ത് ജനങ്ങളെ പ്രക്ഷോഭകാരികളാക്കി മാറ്റുക. ഈ പലരും ഈ ജനങ്ങളെ കുത്തുമെന്നുള്ള കാര്യം, കടിക്കുമെന്നുള്ള കാര്യം, ആനകൾ ഈ വർഷം 21 ആനകളാണ്, 21 പേരെ ആനകൾ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ കുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ ആനകൾ കൊന്നിരിക്കുന്നത് 20 ആണെന്ന് ഓർക്കണം. അപ്പൊ എന്ത് നടപടി, അല്ലെങ്കിൽ ഇതിന് ഏത് ഭാഗത്താണ് എവിടെയാണ് ഇതിന് വീഴ്ച പറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഈ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും രീതിയിലുള്ള റിസർച്ച് നടത്തുമോ, അവലോകനം ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന പാടെ പിറ്റേ ദിവസം ഇപ്പൊ നാളെ ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് കത്തെഴുത്തല്ല. നേരത്തെ നേരിട്ട് പോകുമായിരുന്നു മന്ത്രി ശശീന്ദ്രൻ. ഇപ്പൊ പേടി, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചവിട്ട് കിട്ടുന്ന ഒരു പേടി മന്ത്രി ശശീന്ദ്രൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അതാണ് ഇവിടുന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഈ മാസം 2 കത്താണ് എഴുതിയത്.
ഇതിനെയൊക്കെ കൊല്ലാൻ അനുവദിക്കുന്നത്? അതായത് ജനങ്ങളെ ഇത് പ്രൊവോക്കേറ്റ് ചെയ്യുക, ജനങ്ങളെ ഇതിന്റെയൊക്കെ പേര് അവരുടെ ആ പ്രതിഷേധം വോട്ടാക്കി മാറ്റുക. അതായത് ഇലക്ഷനുകൾ ഇങ്ങനെ വരാൻ പോവുക, അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ്, ഇതിന് മുഴുവൻ ഉത്തരവാദി സെൻട്രൽ ഗവൺമെന്റ് ആണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ 73 നിയമമാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ കടുവയും പുലിയും ആനയൊക്കെ ഇതേ രീതിയിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഈ 5 വർഷത്തിന് തൊട്ട് മുമ്പേ തന്നെ നമ്മൾ എല്ലാ ചാനലുകളിലേക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതാ വരാൻ പോകുന്നു പുലിയും കടുവയും എല്ലാം ഇവിടെ ഇറങ്ങി. എന്റെ വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്, ചാനൽ ചർച്ചകളിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആന ഇറങ്ങും, ഇതിനോട് ഈ കാടിനോട് ചേർന്ന് നിൽക്കുന്ന കുടിയേറിയ ആളുകൾ കുടിയിറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് കഴിയും. കാരണം അത് സിമ്പിളാണ്, അത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്ക. ഇവർ ഈ കാട്ടുപന്നികളെ മുഴുവൻ വെടിവെച്ചിട്ട് പിന്നെ വേറെ ചില ജീവികളുടെ ഇവരുടെ പ്രിഡേറ്റർ ആയിട്ടുള്ള ജീവികൾ നഷ്ടപ്പെട്ടു. കാട്ടിൽ പല കാരണങ്ങളാണ് ഈ കുറുക്കൻ മാതിരി ശരിക്കുള്ള കുറുക്കൻ കുറുനരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറുക്കൻ മുതലായ ജീവികൾ ഇവർക്ക് തിന്നാനുള്ള ഭക്ഷണം അവിടെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുക, ഈ പ്രേ ബേസ് കൂട്ടുക എന്നുള്ളതാണ് കൺസർവേഷൻ മെക്കാനിസത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം. അത് ഇന്നേ വരെ നടത്തിയിട്ട് ഒരു സൈഡില് കാട്ടുപന്നികൾ ഇങ്ങനെ വെടിവെച്ചിട്ട് കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ മാത്രം, ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ചില ഇവർ പറയുന്ന കള്ളിങ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല. ആസ്ട്രേലിയയിൽ കള്ളിങ് നടത്തുന്നുണ്ട്, അമേരിക്കയിൽ കള്ളിങ് നടത്തുന്നുണ്ട്, സ്വീഡനിൽ കള്ളിങ് നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ജീവിയുടെ ആബ്സെൻസ് ഉണ്ടാവും. അതായത് പ്രേയോ പ്രഡേറ്ററോ ഒരെണ്ണം ഇല്ലാതെ പോയ അവസ്ഥകളിലാണ്. ഇപ്പൊ ആസ്ട്രേലിയയിലാണെങ്കിൽ തസ്മാനിയൻ ടൈഗർ എന്ന് പറയുന്ന ആ ജീവി ഇല്ലാതെ പോയതോട് കൂടിയിട്ട് മുയല്, കങ്കാരു എന്നിവയുടെ പെരുപ്പം കൂടുക ചെയ്തത്. അപ്പൊ ആ ഒരു പ്രഡേറ്റർ, ഒരു പ്രേയറിന്റെ ഒരു ആബ്സെൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതല്ല, നിങ്ങൾ കണ്ടില്ലേ വീരുമേടില് ഈ പുലിയും പട്ടിയും ഒരു കിണറ്റിൽ വീണ സീൻ നിങ്ങൾ കണ്ടില്ല? പ്രേയും പ്രിഡേറ്ററും ഒന്നിച്ച് ഒരു കിണറ്റിൽ, അത് കാടിന് പുറത്താണ്. ഇവര് 2 കൂട്ടർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാടിന് വെളിയിലാണ്. അത് കാടിനകത്ത് ഇവര് വെടിവെച്ച് ഇപ്പൊ ഈ ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രകോപനം എന്ന് പറയുന്നത് ഈ ആനകളെ വെടിവെച്ചിട്ടാണ് ഇവർ തുറത്തിക്കൊണ്ടിരിക്കുന്നത്. പെല്ലറ്റ് അടിപ്പിച്ചിട്ടും ബോംബെറിഞ്ഞിട്ടും ഈ സോളാർ ഫെൻസിങ് അവര് വളരെ അധികം ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ആന. വളരെ പ്രതികാര ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. അവര് കാലങ്ങൾ കഴിഞ്ഞാൽ ഈ വ്യക്തികളെ മറക്കില്ല. മനുഷ്യനെതിരെ തിരിയാനുള്ള പ്രധാന കാരണം ഈ സോളാർ ഫെൻസിങ്ങും ഇതിനെ ഈ ഓടിക്കുക എന്ന് ഉള്ള അടവ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആദ്യം അതായത് കാട്ടാന ഇറങ്ങാതിരിക്കുന്ന അവിടെ ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ആന പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പാട്ട കൊട്ടണം, അത് കഴിഞ്ഞ് ലൗഡ് സ്പീക്കർ വെക്കണം. ലൗഡ് സ്പീക്കർ വെച്ച് കഴിഞ്ഞിട്ട് ഫെയിലറായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന ഒരു പടക്കം 50 മീറ്റർ ദൂരത്ത് വെച്ച് പൊട്ടിക്കാൻ പാടുള്ളൂ. ഇവർ ചെയ്യുന്ന അതിന്റെ ദേഹത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ പകപൂണ്ട ആനകൾ തിരിച്ചു വന്ന് കുത്തുന്നതും അത് അതിനകത്ത് ബലിയാടാകുന്നത് പാവപ്പെട്ട ആദിവാസികൾ. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. ഈ ആദിവാസി സമൂഹം ഇനി എന്താ ലോകത്ത് ഈ കേരള സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ കാട്ടിൽ പോയി ഇതൊന്നും പരിശോധിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ പടക്കേറിയുന്നത് ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മുടെ മുമ്പിലേക്കാണ് വരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെ അധികം പ്രതികാര ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. അത് തിരിച്ചു കുത്തും എന്നുള്ളൊരു ബോധം വേണം. അത് സാധാരണക്കാരെ കുത്തുന്നത്. ഇവര് ഓടിമാറും, യുവാക്കളാണ് ഓടിമാറുന്നത്. പാവപ്പെട്ട ആദിവാസികൾ, അതും കൂടുതൽ 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ വർഷം മുഴുവൻ മരിച്ചിരിക്കുന്ന സ്ത്രീകളും. ശരി, വളരെ നന്ദി ശ്രീ ഏഞ്ചൽസ് നായർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.